സഹകരണ മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ നയമെന്ന് സഹകരണ മന്ത്രി എം ലിജു 2026 അന്തർദേശീയ സഹകരണ ദിനാഘോഷം സഹകരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ജൂലൈ 4-ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ള ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാർ നയമെന്ന് സഹകരണ മന്ത്രി എം ലിജു പറഞ്ഞു. സഹകരണ മേഖലയിൽ എടുക്കുന്ന ഓരോ തീരുമാനവും സുചിന്തിതമായിരിക്കും. കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു നയത്തെക്കുറിച്ച് എനിക്ക് മുൻകൂറായിട്ട് ഇപ്പോൾ പറയാനായിട്ട് സാധ്യമല്ല. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സഹകരണ മേഖലയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കൂടുതൽ ആളുകളെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ജാഗ്രതയോടെ പെരുമാറുകയും ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനും കൂടുതൽ ആളുകളെ, യുവജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതൊരു സഹകരണ ജനാധിപത്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണമെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള നിലപാട് ിട്ടുള്ളത്. അത് സമ്പദ് വ്യവസ്ഥയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അനിവാര്യമാണല്ലോ. ഇപ്പോൾ 1,29,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം കേരള ബാങ്കിൻ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1,29,000 കോടി രൂപയുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് സർക്കാരിന് 45% ഓഹരി ഉള്ള ഒരു പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയിലാകമാനം റിസർവ് ബാങ്ക് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ജില്ലാ സഹകരണ ബാങ്കുകളില്ലാതെ ഒരു അപ്പെക്സ് ബോഡി മാത്രമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിലാണ്, വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ വിമർശനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഒരു തീരുമാനവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏത് തീരുമാനവും എടുക്കുന്നത് അവധാനതയോടെ, കൃത്യമായ പഠനത്തോടെ, അത് ഏത് തരത്തിലാണ് സഹകരണ പ്രസ്ഥാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ ഏത് തീരുമാനവും സ്വീകരിക്കുകയുള്ളൂ. 2026 അന്തർദേശീയ സഹകരണ ദിനാഘോഷം ജൂലൈ 4-ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഓപ്പറേറ്റീവ്സ് ഫോർ പീസ്ഫുൾ വേൾഡ് എന്നതാണ് ഈ വർഷത്തെ അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തിന്റെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ള ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സഹകരണ ദിനാഘോഷ പരിപാടികൾ നടക്കുക. രാവിലെ 9 മണിക്ക് സഹകരണ സംഘം രജിസ്ട്രാർ പ്രേംകൃഷ്ണൻ പതാകയുയർത്തി ആരംഭിക്കുന്ന പരിപാടിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. സഹകരണ മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തും. യോഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ സാമാജികരും സഹകരണ രംഗത്തെ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. സമ്മേളനത്തിൽ വെച്ച് 2025 വർഷത്തെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡ് ദാനവും നടക്കും. CDNet ന്യൂസ്, കായംകുളം.